പിതാവേ, സമൂഹത്തിൽ പലവിധ പൈശാചിക ശക്തികൾ പ്രബലപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വിശ്വാസ പരിശീലനത്തിന് എത്രത്തോളം ഒരു പ്രാധാന്യമുണ്ട്? മാത്രമല്ല, പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലുള്ള പിതാവിൻ്റെ ഒരു ഉപദേശം എന്താണ്? പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന ഈ അവസരത്തിൽ വിശ്വാസ പരിശീലനം എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇന്ന് വിശ്വാസം പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളെ വിശ്വാസത്തിൽ വളരുവാനും അവരുടെ ജീവിതത്തിലെ വിശ്വാസ അധിഷ്ഠിതമായിട്ടുള്ള മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും സാധിച്ചില്ല എങ്കിൽ ഈ തലമുറ മാത്രമല്ല അടുത്ത തലമുറയും നമുക്ക് നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കാരണം വിശ്വാസമാണ് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് നിക്ഷേപമായിട്ട് ദൈവം നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ മാതാപിതാക്കന്മാരുടെ വിശ്വാസവും പ്രാർത്ഥനയും അവരുടെ ആ ജീവിതവുമാണ് ഇന്ന് നമ്മൾ വിശ്വാസത്തിൽ ജീവിക്കുവാൻ കാരണമായി തീർന്നത്. വരും തലമുറയ്ക്ക് ഈ വിശ്വാസം പകർന്നു കൊടുക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്ക് ഇവർക്കുണ്ട്. അപ്പം വിശ്വാസം കൊടുക്കാതെ മറ്റെന്തെല്ലാം സമ്പത്തുണ്ടാക്കി കൊടുത്താലും അതുകൊണ്ടൊരു പ്രയോജനവും കിട്ടുകയില്ല. കുട്ടികൾ വഴിതെറ്റിപ്പോയിട്ട് മാതാപിതാക്കന്മാർ വിലപിച്ചിട്ട് കാര്യമില്ല. അപ്പം സമയത്ത് കുട്ടികൾക്ക് പരിശീലനം, വിശ്വാസത്തിൽ ആഴപ്പെടുവാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെറുപ്രായത്തിൽ കുട്ടികൾക്ക് എന്ത് കൊടുക്കുന്നു. അതെനിക്ക് തോന്നുന്നത് ഈ വിശ്വാസത്തിൻ്റെ കളരി എന്ന് പറയുന്നത് കുടുംബമാണ്. കുടുംബത്തിൽ മാതാപിതാക്കന്മാർ പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ കൂട്ടായ്മയെ ജീവിക്കുന്നൊരു സാഹചര്യമുണ്ടെങ്കിൽ ആ കുട്ടികൾ വിശ്വാസത്തിൽ വളർന്നു വരും. അതോടൊപ്പം തന്നെ വിശ്വാസ പരിശീലനത്തിന് നാം കൊടുക്കുന്ന പ്രാധാന്യം മറ്റ് കാര്യങ്ങൾ, ഇപ്പം എന്തെങ്കിലും കെട്ടിടങ്ങൾ ഉണ്ടാക്കുക, സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക, സാമൂഹ്യ സേവനം നടത്തുക, അതിലൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ശരിയാണ്, കുഴപ്പമില്ല. പക്ഷേ അതിലും പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമാണ് വിശ്വാസ പരിശീലനം എന്നുള്ളത്. വിശ്വാസമില്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടായാലും ഒരു കാര്യമില്ല, നമ്മുടെ ജീവിതത്തിന് അർത്ഥം കിട്ടുകയില്ല. നമ്മൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ കുട്ടികൾ വളരെയേറെ പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടമാണ്. ഭൗതിക കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ വെച്ചുകൊണ്ട് പോകുന്നു. പൗലോസ് പറയുന്ന പോലെ ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, അദൃശ്യങ്ങൾ അനശ്വരങ്ങളാണ്. അനശ്വരമായതിനെ പ്രതീക്ഷിക്കണമെങ്കിൽ വിശ്വാസം ഉണ്ടെങ്കിൽ സാധിക്കുകയുള്ളൂ. വിശ്വാസം എന്ന് പറയുന്നത് കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പുമാണ്. അങ്ങനെ ഉറപ്പ് ഉണ്ടായെങ്കിൽ മാത്രമേ ഈ കുട്ടികൾ സന്തോഷത്തോടെ പ്രത്യാശയോടെ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നാം കുട്ടികൾക്ക് ഇങ്ങനെ പരിശീലനം കൊടുത്ത് അവരെ വളർത്തിയാൽ നാടിന്, കുടുംബത്തിന്, അത് ലോകത്തിന് തന്നെ അനുഗ്രഹമായി തീരും. ഈ വിശ്വാസ പരിശീലനം തുടങ്ങുന്ന അവസരത്തിൽ, അധ്യയന വർഷം ആരംഭിക്കുന്ന അവസരത്തിൽ ഈ കുട്ടികൾ കൊടുക്കേണ്ട പരിശീലനത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാവുകയും കുടുംബങ്ങളിൽ ആരംഭിക്കുകയും ചെയ്യണം.